ഡോക്ടർ ശ്രീകുമാർ, സായികൃപ ഹോളിസ്റ്റിക് ഹോമിയോപ്പതി മെഡിക്കൽ സെൻ്ററിൻ്റെ ചീഫ് ഫിസിഷ്യൻ. പകർച്ചവ്യാധികൾ പടരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ. ഏതാണ്ട് ആണ്ടോടാണ്ട് നടത്തപ്പെടുന്ന ഉത്സവങ്ങൾ പോലെ പനി മഹോത്സവങ്ങൾ കൃത്യമായ കാലയളവിൽ, പ്രത്യേകിച്ച് ഉത്സവങ്ങളുടെ തലസ്ഥാനമാക്കിയാണ് കടന്നു വരുന്നത്. ഏതാണ്ട് ഒരു ഉത്സവമേളം പോലെ പനിബഹളങ്ങൾക്ക് ശേഷം ആശുപത്രി വളർത്തുന്നത് ആടുഴി കേന്ദ്രങ്ങളാണ്. ചികിത്സിച്ചതും പകുതി ചികിത്സിച്ചതും ചികിത്സിക്കപ്പെടാത്തതുമായ നിരവധി രോഗങ്ങളെ അവശേഷിപ്പിച്ചുകൊണ്ട് ആ തിരുശേഷിപ്പുകളെ ഒഴിവാക്കിക്കൊണ്ട് അവഗണിച്ചുകൊണ്ട് കടന്നു പോകും. ഈ അവശേഷിക്കുന്ന രോഗസാന്ദ്രത പിന്നീട് സംഭവിക്കുന്നത് പൊട്ടിക്കപ്പെടാത്ത പടക്കം പോലെ തീക്ഷ്ണമായ ദുര്യോഗങ്ങൾ ഉള്ളിലൊതുക്കി കിടക്കുന്നു. അടുത്ത തവണ അത് അതിശക്തമായ രോഗങ്ങളായി പുറത്തു വരുന്നു. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കി ഇതിനകത്ത് ചില കാര്യങ്ങൾ രോഗികൾക്ക് ചെയ്യാനുണ്ട്. ആരോഗ്യരംഗത്തെയോ ഡോക്ടർമാരെയോ ആശുപത്രികളോ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. രോഗികൾക്ക് നമുക്ക് ചില ഉത്തരവാദിത്തമുണ്ട്. പകർച്ചവ്യാധികൾ ഒഴിവാക്കാൻ പ്രധാനമായിട്ടും ചില കണക്കുകൾ മുൻപോട്ട് വയ്ക്കുന്നു. വർഷത്തിലേതാണ്ട് 10 ലക്ഷം പേരോളം ഓരോ കാലയളവിലും ഓരോ പനി സീസണിലും ആശുപത്രി കയറി ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ള ദുര്യോഗം പ്രത്യേകിച്ച് കേരളത്തിലാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രം ഏതാണ്ട് ഒറ്റ മാസം കൊണ്ട് 1 ലക്ഷം പേർ പനിയുമായി ചികിത്സ കഴിഞ്ഞ് എത്തി എന്നാണ് കണക്ക്. മരണനിരക്കുകൾ ഇതിനപ്പുറത്തേക്ക് ജില്ലകൾ തിരിച്ച് ഓരോ സ്കോർ ബോർഡ്. ചുരുക്കത്തിൽ ഒരു പനി ജീവിതം തന്നെ തടസ്സപ്പെടുത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന, ദൈന്യതകൾ സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് കടന്നു പോവുകയാണ്. പടരുന്ന വ്യാധികൾ, അത് സൃഷ്ടിക്കുന്ന ആദികൾ ചില്ലറയൊന്നുമില്ല. പനി എന്ന് പറയുന്നത് ഇന്ന് പലതരത്തിലുള്ള പേരുകൾ സൃഷ്ടിക്കപ്പെട്ട് വിവിധതരം വൈറസുകളെ പഴിപറഞ്ഞ് എല്ലാം കടന്നു വരികയാണ്. ഡെങ്കി ഫീവർ, എലിപ്പനി, ജപ്പാൻ ജ്വരം തുടങ്ങിയ നിരവധി ഇവയിൽ പലതും വായുവിലൂടെ പടരുന്നു എന്നുള്ള ഒരു വലിയ ദൈന്യാവസ്ഥയുണ്ട്. വായുവിലൂടെ പടരുന്നതിനെ തടയാൻ നമുക്ക് കൃത്യമായ ശക്തമായ മാർഗങ്ങളൊന്നും തന്നെ നിലവില്ല. പിന്നെ എലിപ്പനി എന്നുള്ള രക്ഷിക്കപ്പെടുന്നില്ല കാര്യം. പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വാർത്ത വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ധാരാളമുള്ളൂ. പണ്ടത്തെ അത്ര എലികൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ല. എങ്കിൽ പോലും എലി മൂത്രമൊഴിച്ച് വെള്ളത്തിൽ ചവിട്ടി നടക്കുന്നതുകൊണ്ട് എലിപ്പനി പടരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിവക്ഷതകൾ പറയപ്പെടുന്നു. ചുരുക്കത്തിൽ കുട്ടികളിൽ പനി നിരക്ക് വളരെ കൂടുതലാകുന്നു. അതുപോലെ ഡെങ്കി ഫീവർ, എലിപ്പനി, H1N1, കോളറ, മലേറിയ തുടങ്ങിയ നിരവധി പനികൾ പലതും ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നവർ ആണ്. കോളറ ഇറാഡിക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്കറിയാം. ഇതുപോലെ നിരവധി പദ്ധതികൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ട പനികൾ തിരിച്ചു വരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴിതാ എബോള വൈറസ്, ദെൻ കമ്മിങ് ബാക്ക് ടു നിപ്പ അഗെയിൻ, ഇങ്ങനെ നിരവധി ഭീതിപ്പെടുത്തുന്ന പനികൾ നിറഞ്ഞു കേരളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പേര് കേട്ട് പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. പനി പടരുന്നതിനെ കുറിച്ച് ഒരു ചെറിയ എക്സാമ്പിൾ, ചെറിയൊരു ഉദാഹരണം നമ്മുടെ മനസ്സിൽ വെച്ചിരുന്ന കുളം. എന്നെ ഇപ്പോൾ ഒരാൾ ഞാൻ വീഴുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തള്ളുന്ന ആളിനേക്കാൾ എനിക്ക് ശക്തി കുറവായതുകൊണ്ട് ഞാൻ വീഴുന്നു. എന്നെ മറ്റൊരാൾ തള്ളി ഞാൻ വീഴുന്നില്ല എന്ന് പറയുമ്പോൾ അയാളേക്കാൾ ശക്തി ഉള്ളതുകൊണ്ട് ഞാൻ വീഴാതെ വീശുന്നു. അപ്പോൾ ഞാൻ എന്നെ തന്നെ ശക്തനാക്കി ആര് തള്ളിയാലും ഞാൻ വീഴാത്ത ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ ആരോഗ്യത്തെ നിയന്ത്രിച്ചാൽ തള്ളുന്നവൻ തള്ളിയിട്ട് പോവും. അതുപോലെയാണ് രോഗാണുക്കളുടെ അധിനിവേശത്തിൻ്റെ കഥകൾ. നമ്മുടെ ജനറൽ ആരോഗ്യം, ജനറൽ ഹെൽത്ത്, നമ്മുടെ പ്രതിരോധ ശക്തി ഒക്കെ നിയന്ത്രിക്കുന്നതിനും നിലനിർത്തുന്നതിനും
നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, അതിനെ വേണ്ട വിധം പരിഗണിക്കുകയാണെങ്കിൽ, രോഗാണുക്കൾ, വിഷോപരക്ഷൻ രോഗാണുക്കൾ നമ്മുടെ ചുറ്റും, അവരെല്ലാം നമുക്ക് രോഗങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നൈസർഗികമായി പ്രകൃതി തന്നിരിക്കുന്ന ഒരു ഇൻബോൺ ഡോക്ടർ ഇൻസൈഡ്, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള പ്രതിരോധ ശക്തിയുടെ ഒരു ശക്തമായ മാന്ത്രിക പരിവേഷം കൊണ്ട് നമ്മൾ ഇതിനെയെല്ലാം ചേർത്ത് നിൽക്കുക. അപ്പോൾ എപ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്നുവോ അപ്പോൾ രോഗാണുക്കൾ കരുത്താർജിക്കുന്നു, നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയാണ് രോഗം സൃഷ്ടിക്കപ്പെടുന്നത്. ഒരുപാട് തിയറികളും ഒരുപാട് പരിശോധന ക്രമങ്ങളും സങ്കീർണതകളുടെയും പുറകെ ഇന്ന് ഓടുമ്പോൾ കാഴ്ചപ്പാടൊന്നു മാറ്റിയാൽ നമുക്കിവ പലതിനെയും പ്രതിരോധിക്കാൻ കഴിയും. ഓരോ പ്രശ്നങ്ങളും സങ്കീർണമാകുന്നത് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന രീതിക്കനുസരിച്ചാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. ഒരാളിപ്പോൾ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നാൽ അത് അയാളുടെ സ്വഭാവമാണെന്ന് ഞാൻ കരുതി ഞാനങ്ങ് ശ്രമിച്ചാൽ പ്രശ്നമില്ല. പക്ഷെ വഴക്കുണ്ടാക്കാൻ വരുന്നവനോട് അതിനേക്കാൾ ശക്തമായ രീതിയിൽ ഞാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അത് അതീവ ഗുരുതരമായ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. ഇതുപോലെയാണ് രോഗാണുക്കൾ. രോഗാണുക്കളെ നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓടുന്ന വണ്ടിക്ക് പണി വരുന്ന പോലെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിന് ചില അപാകതകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ പ്രകൃതി തന്നെ, ശരീരം തന്നെ നമ്മുടെ പ്രതിരോധ ശക്തിയിലൂടെ നമുക്ക് അതിനുള്ള കഴിവ് തന്നിട്ട് അതിനെ തിരിച്ചറിയാൻ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒന്ന് മാറ്റി സ്വന്തം ശക്തിയിൽ വിശ്വസിക്കാവുന്ന മനസ്സ് ഉണ്ടാക്കി. അതുപോലെ തന്നെ എല്ലാ വർഷവും സ്ഥിരമായ പരാതികളാണ് പറയാം. ഫണ്ടില്ല, മഴക്കാലപൂർവ്വ ശുചീകരണം ശരിയായില്ല, ഫണ്ടില്ല, ചെയ്തില്ല, ചെയ്യാൻ സാഹചര്യമില്ല, വേണ്ടത്ര സ്റ്റാഫുകളില്ല, വേണ്ടത്ര മരുന്നുകളില്ല. ഇങ്ങനെയുള്ള നിരവധി പരാതികൾ, ആവർത്തിക്കപ്പെടുന്ന പരാതികൾ. ഇതിനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ശരീരത്തെ അതിനെ സജ്ജമാക്കാൻ കഴിയുകയും നമ്മുടെ പ്രകൃതിയെ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ ശുദ്ധീകരിക്കാൻ, കൂടുതൽ മലീമസമാകാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നേരിടാൻ കഴിയുമെന്ന് മാത്രമല്ല, ഈ പ്രശ്നങ്ങളെ ഇത്രയൊന്നും ചെലവില്ലാതെ, ഇത്രയൊന്നും ബാധ്യതകളില്ലാതെ ഫണ്ട് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ ഓരോരുത്തരെയും പ്രതിരോധ ശക്തി ഉയർത്തി നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് പരിസര ശുചീകരണം കൂടെ നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. രോഗാണുക്കളെ ചെറുക്കാൻ, ഒരു പനിയെ ചെറുക്കാൻ, ഒരു പനിയെ ഒഴിവാക്കാൻ മരുന്നല്ല ആവശ്യം. മരുന്നിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. ഈ അവസ്ഥകളെ പരിഹരിക്കാത്തവരെ പ്രത്യേകിച്ച് മരുന്ന് കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മൾ മാത്രം രോഗികളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാനുള്ളത്. അതുപോലെ തന്നെ അറിവില്ലായ്മയെന്ന അനാസ്ഥ, പകർച്ചവ്യാധികളെക്കുറിച്ച് നിരവധി വാർത്തകളും ലേഖനങ്ങളും പുസ്തകങ്ങളും ഉണ്ട്. ഇതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു വലിയ തകരാറുണ്ട്. അസുഖം വരുമ്പോൾ ഓടി എവിടെയെങ്കിലും കയറുന്നു എന്നുള്ളതല്ലാതെ എന്തൊക്കെ ചെയ്യാം, എന്ത് ചെയ്തതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സ്വയം ശ്രമിക്കാം. സ്വയം മരുന്ന് കഴിക്കല്ല, സ്വയം മരുന്ന് വാങ്ങി പ്രിസ്ക്രൈബ് ചെയ്ത് കഴിക്കുക എന്നുള്ളതല്ല, നമുക്ക് എന്തൊക്കെ മരുന്നുകളില്ലാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിശക്തമായ ഒരു നിലപാട്. ചുരുക്കത്തിൽ ആണ്ടോടാണ്ട് കടന്നു വരുന്ന ഈ പനി മഹോത്സവത്തെ പ്രതിരോധിച്ച് പൊതുജനത്തിൻ്റെ ആരോഗ്യത്തെ, നമ്മുടെ അടക്കമുള്ള സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ട ചുമതല ആശുപത്രികൾക്കോ ഡോക്ടർമാർക്കോ വൈദ്യശാസ്ത്രത്തിനോ മാത്രം പേരിൽ തള്ളിയിട്ടുകൊണ്ട് അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ കർത്തവ്യങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും പ്രതിരോധ ശക്തി നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ട രീതിയിൽ അസുഖങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആത്മവിശ്വാസവും അറിവും പകർന്നു കൊടുത്ത് അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ അറിവില്ലായ്മയിലൂടെ ഉണ്ടാകുന്ന പനി മരണങ്ങൾ വരെ നമുക്ക് ഒഴിവാക്കാം. ഒഴിവാക്കപ്പെട്ടു എന്ന് കരുതുന്ന, ഇറാഡിക്കേറ്റ് ചെയ്തു എന്ന് കരുതുന്ന പല പനികളും പല സങ്കീർണതകളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ കുറവാണ്. ഓരോരുത്തരും അതുകൊണ്ട് അറിവ് നേടുക, പനികളെക്കുറിച്ച് പേടിക്കാതിരിക്കുക, സ്വയം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഈ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, സമൂഹത്തിലെ പൊതുസ്ഥലങ്ങളിൽ വിസർജനങ്ങൾ ചെയ്യാതിരിക്കുക, വലിച്ചെറിയാതിരിക്കുക. ഇതിൽ നിന്നെല്ലാം കൊതുകുകളുടെ അതിരൂക്ഷമായ ഫെർട്ടിലിറ്റിക്ക് പ്രത്യുൽപാദനത്തിന് കാരണമോ എന്നിട്ട് കൊതുകിൻ്റെ പുറകെ പോകുന്നതിനകത്ത് അർത്ഥമില്ല. നേരെ മറിച്ച് ആ തലങ്ങളിൽ മാലിന്യങ്ങൾ വിസർജിക്കാതിരിക്കുന്ന, മാലിന്യങ്ങൾ നിഷേധിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ നമുക്ക് ലക്ഷങ്ങളോ കോടികളോ മുടക്കാതെ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ പനി
സംബന്ധിച്ച് പരമാവധി കാര്യങ്ങൾ അറിയേണ്ട സോഴ്സുകളിൽ നിന്ന് അറിഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം, ചോദിച്ചറിയാനുള്ള ഉത്തരവാദിത്വം, അത് പരിഹരിക്കാനുള്ള സ്വന്തം ശരീരത്തെ സജ്ജമാക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയിട്ട് അത് ഹോളിസ്റ്റിക് തലത്തിൽ, ഹോമിയോപ്പതി ഈസ് ഹോളിസ്റ്റിക്. അപ്പോൾ ആ തലത്തിൽ ചെയ്താൽ തല മുതൽ കാല് വരെയുള്ള സർവ്വ അംഗങ്ങളെയും നമുക്കിതിനെ പരിപോഷിക്കാം, സംരക്ഷിക്കാം, പനിയെ നിയന്ത്രിക്കാം. വരും കാലങ്ങളിൽ ഈ ലക്ഷക്കണക്കിന് പനി രോഗികൾ ഉണ്ടാകുന്ന ഒരവസ്ഥയെ കുറച്ചു കൊണ്ടുവരാം എന്ന് നമുക്ക് മനസ്സിലാക്കുക, ശ്രമിക്കുക, അതനുസരിച്ച് പെരുമാറാം. താങ്ക് യു.